ഹായ് നമസ്കാരം. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ 20,00,000 രൂപ മുതൽ 50,00,000 രൂപ വരെ സർക്കാർ ഫണ്ട് ലഭിക്കുമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയില്ല എന്ന് തന്നെയാണ് സത്യം. ഹായ് നമസ്കാരം. ഞാൻ സന്തോഷ് തോട്ടത്തിൽ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്റ്റാർട്ടപ്പ് എന്ന വാക്ക് ഇന്ന് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ശരിയല്ലേ? ന്യൂസിലായാലും സർക്കാർ പരസ്യങ്ങളിലായാലും യൂട്യൂബിലായാലും എല്ലായിടത്തും നമ്മൾ ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളിലൊന്നാണ് സ്റ്റാർട്ടപ്പ്. പക്ഷേ സത്യത്തിൽ ഇത് കേൾക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഇത് എന്താണെന്ന് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. പലരും കരുതുന്നത് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികളായ കുറേ ചെറുപ്പക്കാർ ചേർന്ന് നടക്കുന്ന ഒരു വലിയ IT കമ്പനി, അല്ലെങ്കിൽ പുതിയ ഏതോ മൊബൈൽ ആപ്പ്, വിദേശത്ത് നിന്നുള്ള കോടികളുടെ നിക്ഷേപം, ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലുള്ള വമ്പൻ സിറ്റികളിൽ നടക്കുന്ന എന്തോ ഒന്ന്, ഇങ്ങനെയൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ മറ്റു ചിലർ പറയുന്നു ഐഡിയ ഉണ്ടെങ്കിൽ നാട്ടിൻപുറത്തെ ചായക്കടക്കാരൻ മുതൽ പാൽക്കാരന് വരെ പ്രായം പോലും പരിഗണിക്കാതെ ആർക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്നൊക്കെ. ശരിയല്ലേ? ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ഇതുവരെ കരുതിയിരിക്കുന്നത്? എങ്കിൽ തീർച്ചയായും നിങ്ങൾ കൂടിയുള്ളതാണ് ഈ വീഡിയോ. സ്റ്റാർട്ടപ്പ് എന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമാണോ? നാട്ടിൻപുറത്തുകാരനായ സാധാരണക്കാരായ ഒരാൾക്ക് സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാൻ സാധിക്കുമോ? സ്റ്റാർട്ടപ്പ് തുടങ്ങിയ വലിയ ലാഭം കിട്ടുമോ? ചോദ്യങ്ങൾ പലതാണ്. അതെ, ഇന്നത്തെ നമ്മുടെ വിഷയം സ്റ്റാർട്ടപ്പ് ആണ്. സ്റ്റാർട്ടപ്പ് എന്ന യാഥാർത്ഥ്യത്തിൽ എന്താണ്? ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. സ്റ്റാർട്ടപ്പ് എന്നത് ഒരു വലിയ കമ്പനിയല്ല, വലിയ ഓഫീസല്ല, വലിയ പണം മുടക്കുന്ന ഒരു ബിസിനസ്സുമല്ല. പിന്നെ എന്താണെന്നാൽ ഏറ്റവും ആപ്റ്റായ ഉത്തരം സ്റ്റാർട്ടപ്പ് എന്നത് ഒരു ചിന്തയാണ്. നമ്മൾ ദിവസവും കാണുന്ന നമുക്ക് ചുറ്റുപാടുമുള്ള ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങൾക്ക് മറ്റാരും കാണാത്ത ഒരു പരിഹാരം, അതായത് ഇതുവരെ മറ്റാരും ചെയ്യാത്ത ഒരു പുതിയ പരിഹാര മാർഗം ഒരാൾ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത്. ആ പരിഹാരം എന്നത് പുതിയ ഐഡിയ ആകാം, അല്ലെങ്കിൽ പഴയൊരു കാര്യം പുതിയ രീതിയിൽ ചെയ്യുന്നതാകാം. പക്ഷെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തീർച്ചയായും ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള പുതിയ ആശയമായിരിക്കും വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ വളരാൻ സാധ്യതയുള്ളതായിരിക്കണം. അതെ, അങ്ങനെയാണെങ്കിലാണ് അതൊരു സ്റ്റാർട്ടപ്പ് ആയി മാറുക. അപ്പോൾ അവിടെ ഒരു സംശയം സ്വാഭാവികമാണ്. ഞാൻ പുതുതായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയാൽ, ഒരു ചായക്കട തുടങ്ങിയാൽ അത് സ്റ്റാർട്ടപ്പ് ആകുമോ? ഉത്തരം എന്നത് എല്ലാ ബിസിനസ്സും സ്റ്റാർട്ടപ്പ് അല്ല എന്നത് തന്നെയാണ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ചായക്കട തന്നെ എടുക്കാം. അത് നല്ല ഒരു ബിസിനസ് തന്നെയാണ്. ഒന്നോ രണ്ടോ കുടുംബം പോറ്റാനുള്ള വരുമാനം കിട്ടുകയും, പക്ഷെ അത് വലിയ രീതിയിൽ വളരാനുള്ള പ്ലാൻ ഇല്ലെങ്കിൽ അത് ഒരിക്കലും സ്റ്റാർട്ടപ്പ് ആകില്ല. അതേസമയം ആ ചായക്കടയെ ഒരു ബ്രാൻഡാക്കി മാറ്റി ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി മോഡലിൽ, അല്ലെങ്കിൽ രുചിയിലും വിതരണത്തിലും എല്ലാം പുതിയ അനുഭവങ്ങൾ ചേർത്താൽ അപ്പോൾ അതൊരു പുതിയ സ്റ്റാർട്ടപ്പ് ചിന്തയായി മാറും. അതായത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. ഇവിടെ വ്യത്യാസം എന്നത് ബിസിനസ് എന്നതിലല്ല, നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്ന രീതിയിലാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ പേരുടെ തെറ്റിദ്ധാരണക്രമമാണ് IT മാത്രമാണോ ശരിക്കും സ്റ്റാർട്ടപ്പ് എന്നത്? എങ്കിൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല. IT മാത്രമല്ല സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പുകൾ എല്ലാ മേഖലയിലും ഉണ്ടാകാം. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, ഫുഡ് പ്രോസസിംഗ്, ടൂറിസം, ഹാൻഡ്ലിംഗ്, റീസൈക്ലിംഗ്, ഗ്രീൻ എനർജി എന്ന് വേണ്ട ഏത് മേഖലയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാം. ഐഡിയ ഉണ്ടെങ്കിൽ, നവീനമായ പ്രശ്നപരിഹാരം ഉണ്ട് എങ്കിൽ ബാർബർ ഷോപ്പ് പോലും നമുക്ക് സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാം. നേരത്തെ പറഞ്ഞ IT ആണെങ്കിൽ നല്ലത്, IT ഇല്ലെങ്കിൽ എന്തും ഒരു സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാം എന്നതാണ് എന്റെ ശരി. അതേപോലെ തന്നെ മറ്റു ബിസിനസ്സുകളെ അപേക്ഷിച്ച് സ്റ്റാർട്ടപ്പുകൾക്കുള്ള വലിയ ഗുണവും പ്രത്യേകത എന്നത് ഗവൺമെന്റ് നൽകുന്ന സ്കീമുകളും പ്രത്യേക പരിഗണനയുമാണ്. സ്റ്റാർട്ടപ്പ് എന്നതുകൊണ്ട് സർക്കാർ സപ്പോർട്ട് നൽകാനുള്ള കാരണം വളരെ ലളിതമാണ്. കുറേ ജോലി അവസരങ്ങൾ, പുതുമ കൊണ്ടുവരുന്നു, രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സഹായിക്കുന്നു. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന പ്രധാന സ്കീമുകൾ PPIIT രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ 3 വർഷം വരെ ഇൻകം ടാക്സിന്റെ ഇളവ് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെൽഫ് സർട്ടിഫൈഡ് ആയിട്ട് കംപ്ലൈന്റ് സമർപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നു. പിന്നെ പല സ്കീമുകൾ വഴി, അതായത് SISFS സ്കീം വഴി 20,00,000 രൂപ മുതൽ 50,00,000 രൂപ വരെ കേന്ദ്ര സർക്കാരിന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കാനുള്ള അവസരമുണ്ട്. കൂടാതെ PMMY, അതേപോലെ തന്നെ CGT MSME സ്കീം, സ്റ്റാൻഡപ്പ് ഇന്ത്യ, IAM സ്കീമുകളും, അങ്ങനെ പല പല സ്കീമുകളും ഉണ്ട്. ഇനി സംസ്ഥാന സർക്കാരിന്റെ സ്കീം നോക്കിയാൽ ഐഡിയ ഗ്രാന്റ്, സീഡ് ഗ്രാന്റ്, ഇങ്ങനെ പല പല സ്കീമുകളായി 2,00,000 രൂപ മുതൽ 15,00,000 വരെ ധനസഹായം ലഭിക്കാനുള്ള സപ്പോർട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷനും തെരഞ്ഞെടുത്ത സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്നത് സ്റ്റാർട്ടപ്പ് ചെറുപ്പക്കാർക്ക് മാത്രമാണോ ചെയ്യാൻ സാധിക്കുക എന്നത്, അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമാണോ, തുടങ്ങാൻ വലിയ പണം വേണോ? ഉത്തരം വളരെ വ്യക്തമാണ്. ഒരിക്കലും അങ്ങനെ വേണ്ട. വിദ്യാഭ്യാസമോ പണമോ അങ്ങനത്തെ ഒന്നും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അടിസ്ഥാന യോഗ്യതയല്ല. ഒരു സാധാരണ മനുഷ്യൻ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് ഐഡിയകൾ. ഈ പ്രശ്നങ്ങൾ കാണുന്ന കണ്ണും
പരിഹാരം കണ്ടെത്താനുള്ള മനസ്സുമാണ് സ്റ്റാർട്ടപ്പിന്റെ തുടക്കം. അവസാനമായി ഒരു കാര്യം കൂടി, എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ സ്റ്റാർട്ടപ്പിലോട്ട് പോകുന്നത്? കാരണം പലതുണ്ട്. ഒന്ന്, വേഗത്തിൽ വളരാം. രണ്ട്, സ്വന്തം ആശയം യാഥാർത്ഥ്യമാക്കാം. മൂന്നാമത്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണ എളുപ്പത്തിൽ ലഭിക്കും. നാല്, പുതിയ അനേകം ജോലികൾ സൃഷ്ടിക്കാം. അങ്ങനെ രാജ്യത്തിന്റെ വളർച്ചകൾ നമുക്ക് പങ്കാളികളാകാം. സ്റ്റാർട്ടപ്പ് എന്നത് ഒരു ട്രെൻഡ് അല്ല, ഒരു ഫാഷനും അല്ല. ചിന്തിക്കാൻ തയ്യാറുള്ള ഒരു സാധാരണക്കാരന്റെ അവസരമാണ് ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് എന്നത്. അതെ, നിങ്ങൾ കാണുന്ന ഓരോ പ്രശ്നവും നാളെ സ്റ്റാർട്ടപ്പിന്റെ ഐഡിയ ആകാം. ഈ വീഡിയോ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിനെ കുറിച്ച് കൂടുതൽ പുതിയ വിത്ത് നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ജീവിതത്തിൽ വളരണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് തീർച്ചയായും ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്കും ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനുള്ള ഒരു നവീനമായ സ്വന്തം ഐഡിയ ഉണ്ടെങ്കിൽ അത് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല എങ്ങനെയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ രജിസ്ട്രേഷനുകൾ മുതൽ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന ഇളവുകൾ, സ്കീമുകൾ തുടങ്ങി സ്റ്റാർട്ടപ്പ് സംബന്ധമായ എല്ലാ സംശയങ്ങളും തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും, അതായത് ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. അതെ, രാജ്യത്തിന്റെ പുരോഗതിയിൽ ഉത്തമ പൗരന്മാരായി നമുക്ക് ഒരുമിച്ച് വളരാം. ബിസിനസ്, സ്റ്റാർട്ടപ്പ്, അതേപോലെ തന്നെ ഗവൺമെന്റ് സ്കീമുകൾ തുടങ്ങി അങ്ങനത്തുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.